സൊല്യൂഷൻസിലെ പെരിയ ജിയം ജിയമാണ് ഇന്നത്തെ ചെലവ് ഫുൾ സ്പോൺസർ. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എ വീക്ക് ഇൻ മൈ ലൈഫാണ് ഗൈസ്. I'm a small YouTuber. Say hi to my subscribers. Hi. Thank you so much. Please subscribe her. She's a nice person. Thank you. ഗൈസ്, ഇതെന്നാ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഹെയർ കട്ട് ചെയ്തൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ മീറ്റ് ചെയ്തൊരു പേഴ്സണാണ് സച്ചിൻ. അന്നത്തെ ഡേ ഏറ്റവും അടിപൊളിയാവാൻ കാരണം ആ പേഴ്സണാണ്. വെരി ടോക്കാക്റ്റീവ് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ റൂംമേറ്റ്സ്. ഈ സുഖമായി ഉറങ്ങുന്ന രണ്ട് വ്യക്തികളുണ്ടല്ലോ, ഇവിടെമാരാണ് എൻ്റെ റൂംമേറ്റ്സ്. രണ്ടുപേരും PGക്ക് പഠിക്കാനുണ്ടോ, ചഞ്ചു ദീപു. ഓക്കെ, ഇവിടെമാരുടെ മെയിൻ പരിപാടി എൻ്റെ ഊക്കലാണ് ഗൈസ്. അതിങ്ങ് വഴിയേ കാണും കേട്ടോ. ഈ ഓരോ ദിവസവും ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും ഗൈസ്. പക്ഷേ എന്താ പറയുക, അതെനിക്ക് ഫുൾ ഷൂട്ടാക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് മാരക പണിയായിരിക്കും. എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. സോ ഇനി ഞാൻ പറയാൻ പോണത്, ഞാൻ കൊച്ചിയിൽ വന്നിട്ട് 1.5 വർഷത്തിൽ ഇതെൻ്റെ 3ാമത്തെ ഹോസ്റ്റലാണ്. ഫസ്റ്റ് ഹോസ്റ്റലിൽ ഞാൻ സഫർ ചെയ്തൊരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഫുഡ്. വെറും പുഴുത്ത ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞതുകൊണ്ടിട്ടാണ് അവർ വാർഡനുമായിട്ട് ഇടിയായി ഞാൻ അന്ന് ഹോസ്റ്റൽ മാറണത്. രണ്ടാമത് നിന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഹോസ്റ്റലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഹോസ്റ്റലിലെ ഫുഡ് സുഖം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം വികാരമൊക്കെ ഉള്ളൊരു ഫുഡായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ ഞാനിപ്പോൾ പാലാരോട്ടത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നത്. സോ ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ട ഒരു ഹോസ്റ്റലിൻ്റെ ഫീലിംഗ് ആക്ച്വലി എനിക്ക് വന്നത്. ഇതാണ് ഗൈസ് ഞാൻ നിൽക്കണ ഹോസ്റ്റൽ. ഓക്കെ, ഇവിടെ പറഞ്ഞാൽ ഭയങ്കര സ്പീഷ്യസ് ആണ്, ഭയങ്കര നീറ്റാണ്, ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്, അടിപൊളിയാണ്. ഫുഡ് നമുക്കൊരു ഹോംലി ഫീലിംഗ് ആണ്. ഫുഡ് ലൈക്ക് ഹോസ്റ്റലിലേക്ക് കിട്ടുന്ന പോലെ ശോകമല്ല. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതാണ് അമ്മ അസോസിയേഷൻ. ഈ അമ്മ അസോസിയേഷൻ്റെ അടുത്താണ് ഗൈസ് എൻ്റെ ഹോസ്റ്റൽ വരുന്നത്. ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്യാണ്. പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത ദിവസം ഞാൻ നൈറ്റ് പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ. ഭയങ്കരമായിട്ട് അടിപൊളി നൈറ്റ് വൈബൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് വൻ ശോകമായിരുന്നു ഗൈസ്. എനിക്കപ്പം ഞാൻ വിചാരിച്ചത്ര പോലും ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അന്നത്തെ ദിവസം രാവിലത്തെ ക്ലിപ്പാണ്. സംഭവം തിരിഞ്ഞു പോയതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം. ഹലോ ഗൈസ്, സീനത്ത് സൊല്യൂഷൻസിലെ പെരിയ ജിയം ജിയമാണ് ഇന്നത്തെ ചെലവ് ഫുൾ സ്പോൺസർ. ഞാൻ അടുത്ത മാസം ഇന്ന് ദേവും ഇനി പോകുമ്പോൾ ചലഞ്ച്. അങ്ങനെയാണ് ഗൈസ്. നമ്മ മാച്ചിങ് വർക്കിംഗ് പീപ്പിൾ സ്റ്റുഡൻസ്. മൈ ഗോഡ് ഗൈസ്, ഇവര് PG ആണ് ഗൈസ്. PG പഠിക്കാണ് ഗൈസ്. നമ്മൾ പഠിക്കുന്നേ ഉള്ളു ഗൈസ്. പുള്ളിക്കാരി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ മേറ്റ്സ് കേട്ടോ. ഇവിടുമാർ മെയിൻ പരിപാടി എൻ്റെ ഊക്കലാണ് കേട്ടോ. ഊക്കൽ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, എക്സ്ട്രീം ലെവൽ ഊക്കലാണ്. ഇത് ഈ ദിവസമാണ്, ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഞാനൊരു ഇൻട്രോ ഒക്കെ പറയണേ. ഈ ദിവസമാണ് ആക്ച്വലി ഞാൻ ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണേ. അതായത് ഹോസ്റ്റലിൽ വരണം വരെ, അതിന് ശേഷം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ആ കിടന്നുറങ്ങുന്നതാണല്ലേ, അതാണ് ദേവു. അവൾക്കാണ് ആക്ച്വലി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉള്ളത്. എല്ലാവരും രാവിലെ പോകുമ്പോൾ പൂത്തുപോലെ ഉറങ്ങും. ഓക്കെ, ഇപ്പം ഞാൻ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവാണ്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് കാണുമ്പോൾ തന്നെ ഒരു പീസാണ്. അതിനുശേഷം ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കൽ. എല്ലാവരും പല സമയമായതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിക്കും. ഇന്ന് ഉപ്പുമാവായിരുന്നു ഗൈസ്. ഉപ്പുമാവും പഴവും പഞ്ചസാരയും ഒരു കട്ടനും. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ ആക്ച്വലി കട്ടൻ കുടിക്കുന്ന ഒരാളല്ല. ഒരു ദിവസം വാർഡൻ ഇങ്ങനെ എന്നോട് കട്ടൻ വേണമെന്ന് ചോദിച്ചു, ഞാൻ വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ ദിവസവും ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ കട്ടൻ അവിടെ എത്തിയിരിക്കും. ആ സമയത്ത് ഞാൻ വന്നു ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ കട്ടൻ എത്തിയിരിക്കും. ഓക്കെ, ഞാൻ സ്വപ്നം കണ്ട ഹോസ്റ്റൽ ഗൈസ്, ഒന്നും പറയാനില്ല സീരിയസ്ലി. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റലിലെ ഫുഡ് എക്സ്പീരിയൻസ് വെരി ഹൊറബിൾ ഗൈസ്. വെരി ഹൊറബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ട് സാമ്പാർ അങ്ങ് വെറുത്ത് പോയൊരവസ്ഥയായിപ്പോയി. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ക്വൈറ്റ് നൈസ് ഗൈസ്. ഓക്കെ, ഫുഡ് ഞാൻ ഭയങ്കര ആസ്വദിച്ച് ഞാൻ കഴിക്കും. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നൂടാ, ഫുഡ് കഴിക്കാൻ തോന്നും. അതാണ് ആക്ച്വലി ഈ ഹോസ്റ്റലിലൊരു പ്രത്യേകത. നമുക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും, നമുക്ക് വേണ്ടി ടേബിൾ, നമുക്ക് എന്താണ് ആവശ്യം അതവിടെ എത്തും. എന്തല്ലേ കട്ടൻ ഇഷ്ടമില്ലാത്ത കട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുടിക്കലില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഇട്ട് തന്നാൽ കുടിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കുടിക്കലില്ല. ഇത് വാർഡൻ ഒരു ദിവസം പറഞ്ഞു, അതിനുശേഷം എല്ലാ ദിവസവും പറഞ്ഞു വേണ്ടാന്ന് പറയണ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കുടിക്കും ഗൈസ്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടി പോവാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഓഫീസിൽ ആക്ച്വലി ഓഫീസ് വെയർ ആണ്. ഇന്ന് ആക്ച്വലി എനിക്ക് തേക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല.
വ്ളോഗൊക്കെ എടുത്ത് നടക്കണതുകൊണ്ട് തന്നെ ടൈം അങ്ങ് പോയിട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓഫീസിലേക്ക് പോവാണ്. ഞാനിവിടുന്ന് ഞാനിവിടുന്ന് പറയുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ഇതിനൊന്നും സൗണ്ടില്ല. ഇങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഓളിത്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ. മിക്കവരും പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഗൈസ്. ഈ ഹോസ്റ്റലിൽ മിക്ക ആൾക്കാരും PG ഇതേപോലെ പ്രൊഫഷണൽ കോഴ്സുകളുണ്ടല്ലോ, അങ്ങനത്തെ കോഴ്സുകൾ പഠിക്കുന്ന വളരെ ഏജ് കുറഞ്ഞ ആൾക്കാരാണ്. ഇവരുടെ കൂടെയൊക്കെ ഞാൻ നിൽക്കുമ്പോൾ മൈ ഗോഡ് ഐ എം 24 ആലോചിക്കുമ്പം ഒരിതാണ് അങ്ങനെ. ഓക്കെ, ഇവിടെ ഞാൻ ആക്ച്വലി എൻ്റെ ഏജ് 24 ആണെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഹോസ്റ്റൽ വാർഡൻ്റെ ഞെട്ടൽ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. എന്നെ ആക്ച്വലി ഇവർ എന്താ പറയുക, ഒരു 20 അല്ലെങ്കിൽ ഒരു 19-18 ഏജ് കാറ്റഗറിയുള്ള ആളായിട്ടാണ് കണ്ടത്. വർക്കിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഒരു 20 എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 24 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ച് പോയി. ഓക്കെ, ഞാൻ ഓഫീസ് എത്തിയിട്ട് പിന്നെ ഗൈസ് പിന്നെ ഫുള്ള് വർക്കിംഗ് ആണ്. പിന്നെ എനിക്ക് ബാക്കി വിഷ്വലൊന്നും എടുക്കാൻ പറ്റില്ല. ആൻഡ് ഫൈനലി ഗൈസ് ഈവനിങ് ഒക്കെ ആയപ്പം എൻ്റെ ID കാർഡ് കിട്ടി ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ID കാർഡ്. സോ അതിനുശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്, ദേശാഭിമാനി. അതിനുശേഷം ഒരു സ്ഥിരം കടയുണ്ട്, ഒരു സ്പോട്ടുണ്ട്, അവിടെ പോയി ഇതും കഴിച്ച് നിർത്തി.